കണ്ണൂരിലും വ്യാപക പരാതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2000-ലധികം പേരാണ് കണ്ണൂരിൽ മാത്രം പരാതി നൽകിയത്. ഇരുചക്ര വാഹനത്തിന് ഓരോരുത്തരും നൽകിയത് 60,000 രൂപയാണ്. മയ്യിൽ, ചക്കരക്കൽ, കണ്ണൂർ ടൗൺ സ്റ്റേഷനുകളിൽ കേസെടുത്തിട്ടുണ്ട്. വളപട്ടണം സ്റ്റേഷനിൽ മാത്രം 200-ലധികം പരാതിയുണ്ട്. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ കല്യാട്, കണ്ണൂരിലും ഇടുക്കിയിൽ നിന്ന് വന്ന് ഈ കക്ഷി തട്ടിപ്പ് നടത്തിയെന്നാണ് മനസ്സിലാവുന്നത്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും തട്ടിപ്പിന്റെ ശാഖകളിൽ തുടങ്ങിയിട്ടുണ്ടല്ലേ ഈ അനന്തകൃഷ്ണൻ? അർജുൻ. അരുണ, തീർച്ചയായിട്ടും തട്ടിപ്പിന്റെ ബ്രാഞ്ച് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ മാത്രം 200-ലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. മയ്യിൽ സ്റ്റേഷനിൽ പരാതിയുണ്ട്, ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്, ടൗൺ സ്റ്റേഷനിലുണ്ട്, ചക്കരക്കലിലുണ്ട്. കണ്ണൂരിലെ ഏകദേശം എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഇത്തരത്തിലുള്ള പരാതികൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ചില കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പോലീസിന്. ഇങ്ങനെ ഒരുപാട് പരാതികൾ ഒരുമിച്ചെത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അത് ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ അന്വേഷണം നടത്തേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു സംശയമുണ്ടായിരുന്നു. അത് സിറ്റി പോലീസ് കമ്മീഷണറും അതുപോലെ തന്നെ മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുകൊണ്ട് അതിനകത്തൊരു തീരുമാനമെടുക്കാൻ വേണ്ടി ഇന്നത്തേക്ക് മാറ്റിവെച്ചിട്ടാണുള്ളത്. കഴിഞ്ഞ ദിവസം വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള 187-ലധികം ആൾക്കാർ പരാതി പോലീസിനെ അറിയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഇന്ന് ഈ പറയുന്ന പ്രൊമോട്ടർമാരെയും കോർഡിനേറ്റർമാരെയും എല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ഇന്ന് അതിനകത്ത് അവരുടെ അക്കൗണ്ടിൽ ഒരു നിശ്ചിത ഒരു 12 ലക്ഷം മറ്റോ 12 ലക്ഷം ഈ 180-ലധികം ആൾക്കാർക്ക് വീതിച്ച് നൽകിയാൽ 5,000-6,000 രൂപയൊക്കെ കിട്ടുകയുള്ളൂ. പക്ഷെ എന്നാലും അങ്ങനെ നൽകാമെന്നുള്ള ഒരു മുടന്തൻ ന്യായമൊക്കെ പറഞ്ഞാണ് കോർഡിനേറ്റർമാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് പോലീസ് അവിടെ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു തട്ടിപ്പ് തന്നെയാണ് നടന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, ഏറ്റവും സാധാരണ ജനങ്ങളെയാണ് ഇവർ പറ്റിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സാധാരണ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളവർ, അതിന് പുറമെ മറ്റ് കുടുംബത്തിൻ്റെ മറ്റാവശ്യങ്ങൾക്കൊക്കെ മാറ്റിവെച്ച തുകയാണ് ഇത്തരത്തിൽ നിഷ്കളങ്കരായ മനുഷ്യരിങ്ങനെ ഇവർക്ക് നൽകിയിട്ടുള്ളത്. പറഞ്ഞ് വിശ്വസിപ്പിക്കുക, പഞ്ചായത്തിൻ്റെ സംവിധാനങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ പഞ്ചായത്തും അതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള അവർക്കൊക്കെ ഏറ്റവും അടുത്തിടപെടാൻ വേണ്ടി കഴിയുന്ന ആൾക്കാരെന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെയും അല്ലെങ്കിൽ ജനപ്രതിനിധികൾ, അവരുടെയൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാ ജനങ്ങളും അത് വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചാണ് ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി അവരൊക്കെ പെട്ടുപോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ കുറേ പ്രൊമോട്ടർമാരും നിഷ്കളങ്കരായ അവരും പെട്ടുപോയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ചില കോർഡിനേറ്റർമാർക്കൊക്കെ ഇതിനകത്തുള്ള ചില ബന്ധങ്ങളൊക്കെ ആരോപിക്കപ്പെടുന്നുണ്ട്. എന്തായാലും കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. സാധാരണപ്പെട്ട ജനങ്ങൾ വളരെ സങ്കടത്തോടു കൂടി ഈ വാർത്ത നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതോടുകൂടി തന്നെ നിരവധിയായിട്ടുള്ള കോളുകൾ നമ്മുടെ മൊബൈലിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ശ്രീകണ്ഠപുരത്തുള്ള ഒരു സ്ത്രീ വിളിച്ച് വളരെ സങ്കടകരമായി സംസാരിച്ച ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ തട്ടിപ്പാണ്. കണ്ണൂരിൽ മാത്രം ഏകദേശം 2000-ലധികം പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ, ഇപ്പോൾ വളപട്ടണം പോലീസ് സ്റ്റേഷൻ ഒരു ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ 180-ലധികം തന്നെ പരാതികൾ അവിടെ ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. ആ പണം മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 കോടിക്കും 2 കോടിക്കും ഇടയിലുള്ള തുക ഉണ്ടാവും എന്നുള്ളതാണ്. എല്ലാ സ്റ്റേഷനുകളിലും കൂട്ടിക്കഴിഞ്ഞാൽ അർജുൻ, CPM-ന് തന്നെ വലിയ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ വളപട്ടണം പോലൊരു സ്ഥലത്തൊക്കെ പ്രാദേശിക CPM നേതാക്കൾ അറിയാതെ ഈ തട്ടിപ്പ് നടത്താൻ പറ്റുമോ? മറ്റുള്ള ഇടങ്ങളിൽ കോൺഗ്രസും BJP-യിലെ നേതാക്കളുമൊക്കെയാണ് ഇരയായതെങ്കിൽ ഇവിടെ പ്രാദേശിക CPM നേതാക്കളും ഈ അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന്റെ വലയിൽ വീണിട്ടുണ്ടോ? അരുണ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ നേതാക്കളെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇതിൻ്റെ ഭാഗമാക്കുകയായിരുന്നു എന്നുള്ളതാണ്. അവർ ആരും ഇതൊരു തട്ടിപ്പാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി പങ്കെടുത്തവരല്ല. ഇപ്പോൾ വളപട്ടണം പോലീസ് സ്റ്റേഷൻ വരുന്നത് അഴീക്കോട് നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അഴീക്കോട് MLA ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി ചില പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഇരിക്കൂറിൽ സജീവ് ജോസഫ് MLA പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ MLA-മാരും ഇതിൻ്റെ ജനപ്രതിനിധികളൊക്കെ ഇതിൻ്റെ ഭാഗമാവുന്നത് ഇവരെ പറഞ്ഞ് ബോധിപ്പിച്ച് ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരികയാണ്. ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി നൽകുകയാണ്, ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു പരിപാടിയാണ്, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഭാഗമായി പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അവരെ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവന്ന് അവരെ ചിത്രവും ഫോട്ടോയും ഒക്കെ ഉൾപ്പെടുത്തി പിന്നീട് അങ്ങോട്ട് ആ തട്ടിപ്പിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. ഈ തട്ടിപ്പിനുള്ള ഒരു ഉപകരണമായി ജനപ്രതിനിധികൾ ഉൾപ്പെടെ മാറ്റുന്ന ഒരു വലിയ, അതായത് ഇതുവരെയും കാണാത്ത രീതിയിലുള്ള ഒരു തട്ടിപ്പിൻ്റെ ഒരു പുതിയ മുഖം എന്ന് പറയാൻ വേണ്ടി കഴിയുന്നൊരു സംവിധാനമാണ് അനന്തകൃഷ്ണൻ നടത്തിയതെന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന പോലെ നേരിട്ട് ബന്ധമുള്ള നേതാക്കൾ ആരും ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. ഈ പറയുന്നത് പോലെ നേരത്തെ ചില നേതാക്കളെയൊക്കെ പറഞ്ഞല്ലോ, അതായത് ചിത്രങ്ങളും ഫോട്ടോയും മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കളെയൊക്കെ മന്ത്രിമാരെയൊക്കെ സമീപിച്ചതുപോലെ MLA-മാരെയും പഞ്ചായത്ത് പറയുകയാണ്. അനന്തകൃഷ്ണന്റെ പരിപാടികളിൽ പങ്കെടുത്ത നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കം, കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കം, KT ജലീൽ അടക്കം, ഹൈബിയുടെ MP അടക്കമുണ്ട്.